കഴിഞ്ഞ നവംബർ 9 നിങ്ങൾ മാധ്യമങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ വെച്ച് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണനും 2 വിദ്വേഷ പ്രസംഗങ്ങൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ച് നടത്തിയത്. വേണമെങ്കിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നത്ര ഗുരുതര സ്വഭാവത്തിലുള്ള പരാമർശങ്ങളാണ് 2 പേരിൽ നിന്നുണ്ടായത്. വേണമെങ്കിൽ എന്നല്ല, നിശ്ചയമായും പോലീസ് കേസെടുക്കേണ്ടത്ര ഗുരുതരമാണ് പരാമർശങ്ങൾ. സുരേഷ് ഗോപി പറഞ്ഞത് 4 അക്ഷരമുള്ള കിരാതമാണ് വഖഫ്. വഖഫിന് തണ്ടലുണ്ടെങ്കിൽ ആ തണ്ടല് ഞങ്ങൾ ഊരും. ഒരു മതവിഭാഗം വളരെ പാവനമായി കരുതുന്ന ഒന്നിനെതിരെ അത്തരമൊരു വിദ്വേഷ പരാമർശം, പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രിയെ പോലെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ നടത്താൻ പാടില്ലാത്തതാണ്. ഒരു പടി കൂടി കഴിഞ്ഞ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ശബരിമലയിൽ വാവരുണ്ട്, അതുകൊണ്ട് തന്നെ നാളെ അത് വഖഫ് ഭൂമിയാകാം, ശബരിമല മുസ്ലിങ്ങൾ കീഴടക്കി വഖഫ് ഭൂമിയാകാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ മതേതര ജീവിതത്തിന് വലിയ പോറലേൽപ്പിക്കുന്ന തരത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കെതിരെ സ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് 2 പേരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമുക്കറിയാം, സംഘപരിവാറിൻ്റെ ആളുകൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ കേരളത്തിലെ സർക്കാർ അവലംബിക്കുന്ന ഒരു പൊതുമൗനത്തിൻ്റെ സമീപനത്തിൻ്റെ തുടർച്ചയാണിത്. പോലീസ് കേസെടുത്തില്ല. കമ്പളക്കാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തു. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവി കെയെ സമീപിച്ചു. ഈ 2 സ്ഥലത്തു നിന്നും പോലീസിൽ നിന്നും അനുഭാവപൂർണമായ സമീപനം ഉണ്ടാകാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി കേസ് ഫയൽ സ്വീകരിച്ചു. പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടി ഇപ്പോൾ പരാതിക്കാരനായ എൻ്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും കോടതിയിൽ പ്രതീക്ഷയുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇത്തരമൊരു കേസിൽ സ്വാഭാവികമായും പോലീസ് കേസെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ